ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിജോ. ഞാൻ ഡൽഹിയിൽ നിന്നാണ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിൽ 2 സിനിമകൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ റിലീസ് ചെയ്തു. ഒന്ന് ആദി, ഒന്ന് സ്ട്രീറ്റ് ലൈറ്റ്സ്. ഞാൻ സ്ട്രീറ്റ് ലൈറ്റ്സ് എന്ന് പറഞ്ഞ മൂവി കണ്ടു. ആദി മിക്കവാറും അടുത്ത ആഴ്ചകളിൽ വരും ദിവസങ്ങളിൽ കാണുന്നതായിരിക്കും. പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആദി എന്ന് പറഞ്ഞ പിക്ചർ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്ന പടമാണ്. അദ്ദേഹം ആദ്യമായിട്ടൊന്നല്ല അഭിനയിക്കുന്നത്, ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു യുവതാരമായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ആ പടത്തിന് ശരിക്കും മോഹൻലാലിൻ്റെ ചിത്രം പോലെ തന്നെ ഉള്ളൊരു പടമാണ്. മോഹൻലാലിൻ്റെ പിക്ചർ എന്ന് തന്നെ പറയാം. ഒത്തിരിയധികം പബ്ലിസിറ്റി ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പേര് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും, ഇൻഡസ്ട്രിയിലുള്ളവരും പുറത്തുള്ളവരും ഒത്തിരി പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മോശമില്ലാത്ത റിവ്യൂസും കിട്ടുന്നുണ്ട്. അതേസമയം മമ്മൂട്ടിയുടെ പടമാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ്സ്. അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ശരിക്കും സ്ട്രീറ്റ് ലൈറ്റ്സ് എന്നൊരു പടം ഈ ആദി എന്ന പടത്തിനോടൊപ്പം റിലീസ് ചെയ്യുമ്പോൾ ശരിക്കും മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയും പടം റിലീസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. മമ്മൂട്ടിയുടെ പടത്തിന് ആ സമയത്ത് പബ്ലിസിറ്റി ഒന്നുമില്ലെങ്കിൽ അത് വൻ നഷ്ടത്തിലേക്കായിരിക്കും പോവുക. കാരണം മമ്മൂട്ടിയുടെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നന്നായ മാത്രമേ അത് ഹിറ്റാവുള്ളൂ. അത്യാവശ്യം തട്ടിക്കൂട്ടാണെങ്കിൽ വിജയിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. വിജയിക്കുമായിരിക്കാം, പക്ഷേ അത്ര വലിയ വിജയമൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിസിറ്റിയും കൂടാതെ റിലീസ് ചെയ്യുമ്പോൾ ഒരു വലിയ റിസ്ക്കാണ് അത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അദ്ദേഹം അത് ആ ആദി എന്ന ചിത്രത്തിനോടൊപ്പം തന്നെ റിലീസ് ചെയ്യാൻ ധൈര്യം കാണിച്ചു. അതും ആ ചിത്രത്തിൽ അദ്ദേഹം നായകനെന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പക്ഷേ ലീഡ് ചെയ്യുന്ന ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ തന്നെയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതൊരു വലിയ ധൈര്യം എന്ന് തന്നെ പറയാം. പക്ഷേ പടത്തിൻ്റെ എന്താ പറയുക, തിരക്കഥയോടും അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയും ഒത്തിരി പ്രത്യേകതയുള്ള രീതിയിലൂടെ, കണ്ടുമെടുത്ത രീതികളല്ല എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. തമിഴിലൊക്കെ ഒത്തിരി ട്രൈ ചെയ്തിട്ടുള്ള, മലയാളത്തിലും മുമ്പുണ്ടായിട്ടുള്ള പടങ്ങൾ പോലെ തന്നെയാണ് ഏകദേശം. പക്ഷെ എന്നിരുന്നാലും അത് ഇതുപോലെ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിനെ സമ്മതിക്കണം. അല്ലെങ്കിൽ ഒത്തിരി പബ്ലിസിറ്റിയോടുകൂടി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പടം താഴെ പോയേനെ. ഒട്ടും പബ്ലിസിറ്റി ഇല്ലാതെ മൗത്ത് പബ്ലിസിറ്റി മാത്രം ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആ പടം ഓടുന്നത്. തരക്കേടില്ലാത്ത റിവ്യൂസ് കിട്ടുന്നുണ്ട്. പടം ഇപ്പോൾ ഗ്രാജ്വലി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിനാണ് ഇതിൽ സല്യൂട്ട് ചെയ്യേണ്ടത്. താങ്ക് യു.